വരവ് ഡയറക്ടർ നൺ അനദർ ദാൻ ഷാജി കൈലാസ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഓൾഗ റിസോർട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് AK സജനാണ്. AK സജന അറിയാലോ, പഴയ എഴുത്തുകാരനാണ്, കിടൻ പടം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമ, അതായത് ഷാജി കൈലാസ് AK സജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ, ഒരു ഇമോഷൻസും നോക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു അപരാധ സിനിമ, തന്നെ അപരാധം. ഷാജി കൈലാസിന്റെ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം 90s ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട എന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മേക്കിംഗ് ഷോർട്സ്, ഷോർട്ട് ഡിവിഷൻസ് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ചില പരിപാടികൾ. പക്ഷെ ഇതിൽ FPV ഡ്രോണൊക്കെ വർത്തുക. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏതോ പയ്യനെ പിടിച്ച് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. S. ശരവൺ ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. തിരുപ്പാച്ചിയും ഷാജി കൈലാസിന്റെ തന്നെ ലീബായി എടുത്തിട്ടുള്ള അതിലെ ഷോർട്സ് അറിയാലോ, അതിലെ ഷോർട്സ് ഡിവിഷൻസും അറിയാം. അപ്പോ ആ കാലഘട്ടത്തിലെ പോലെ ഇത് ചെയ്തിരിക്കുന്നേ എന്തൊരു വെറുപ്പിക്കലും മടിപ്പിക്കലാണേ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പറക്കുക. അപ്പൊ അതാണ് ഇതില് ഷാജി കൈലാസിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. അത് ഇതിനകത്ത് വന്നപ്പോഴേക്ക് പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും പുല്ലിന്റെ ഇടയിലൊക്കെ കിടന്നിട്ടാണ് S. ശരവൺ സാധനം പിടിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ജോർജ് പാറപ്പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള സീനാ, സിഗരറ്റ് കളിക്കുന്നത് തോന്നുന്നു. അപ്പൊ മുന്നിൽ പുല്ല്, ജോജുവിന്റെ ഫേസ് കാണില്ല. പിന്നെ എങ്ങനെയാണ് ജോജുവിന്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റുക? ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഭീകരൻ ജോജുവിന്റെ കിണ്ടലടി. ഇതിൽ ഇഷ്ടംപോലെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ 6-7 വെട്ടം കണ്ടിട്ട് പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ. എന്ത് ജോജു തിരിഞ്ഞു കളിക്കുന്നതാണ്. ജോജുവിനെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും, അത്രയും ഹെവി ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട്. പക്ഷെ ഇതിൽ ജോജു തിരുവാതിര കളിക്കുന്നു. ഇത് കാലം തെറ്റി ഇറങ്ങി. എനിക്ക് 90s ഇറക്കിയാൽ പോലും ഇത് പടം കണ്ടു തീർക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് കണ്ടാൽ തന്നെ അറിയാം, എന്തോ ഒരു സീരിയലിന്റെ ടൈറ്റിൽ പോലെ. ഫോണ്ട് ആയി കഴിഞ്ഞാലും അതിന്റെ കളേഴ്സ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ടൈറ്റിൽ ഉണ്ടപ്പോ അയ്യോ. പിന്നെ തുടക്കം തന്നെ മറ്റേ മണികണ്ഠൻ ആചാരി, നമ്മുടെ ബാലൻ ചേട്ടൻ ഐറ്റം ഡാൻസ്. ഇതിൽ അസീസിന്റെ പെട്ടി ഓട്ടോറിക്ഷ നമ്പർ 369, ജോജി ചെയ്തിരുന്ന ഡ്രസ്സിന്റെ ആ നമ്പർ 369. അപ്പൊ ആരോ ഉപദേശ ബുദ്ധിയാണ്. 369 ഇട്ട് കഴിഞ്ഞാൽ കത്തും, തിയേറ്റർ കത്തും. മമ്മൂക്ക ഫാൻസുകാർ നിരങ്ങും, ഫുൾ ഷോ ആയിരിക്കും വെച്ചിട്ട് കേട്ടതാ. മമ്മൂക്കയുടെ പടം കാണാൻ പോകുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടാക്കി 369 ജോജുവിന്റെ ജയിൽ നമ്പർ 369 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസുകാരനെ വിചാരിക്കുന്നത് എന്തൊക്കെയാണോ അവരെ ബുദ്ധി.